അഭിഷേക പൂന്തിരയായി അനുതാപ പൂങ്കതിരായി അലിവിന്റെ തേന്മഴയായി ഒഴിയുകയായി സന്ധ്യാവചനങ്ങൾ സന്ധ്യാകിരണങ്ങൾ സന്ധ്യാവചനങ്ങൾ സന്ധ്യാകിരണങ്ങൾ. സന്ധ്യാവചനങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 16-ാം അധ്യായം 27-ഉം 28-ഉം തിരുവചനങ്ങൾ. അപ്പോൾ അവൻ പറഞ്ഞു, പിതാവേ, അങ്ങനെയെങ്കിൽ ലാസറിനെ എൻ്റെ പിതൃഭവനത്തിലേക്ക് അയക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് 5 സഹോദരന്മാരുണ്ട്. അവരും പീഡകളുടെ ഈ സ്ഥലത്ത് വരാതിരിക്കേണ്ടതിന് അവൻ അവർക്ക് സാക്ഷ്യം നൽകട്ടെ. ഇപ്പോൾ വായിച്ച തിരുവചനത്തിൻ്റെ ആദ്യ ഭാഗങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ. ധനവാന്റെയും ലാസറിൻ്റെയും ഉപമയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇഹലോക ജീവിതത്തിൽ നമുക്കേറെ സ്നേഹവും താല്പര്യവുമുള്ളത് നമ്മുടെ കുടുംബാംഗങ്ങളോടാണ്. നമ്മുടെ കുടുംബാംഗങ്ങളോട് എന്നുവരെ നമുക്ക് സ്നേഹമുണ്ട്? നമ്മുടെ മരണം വരെ. പക്ഷേ ഈ ധനവാന് മരിച്ചു കഴിഞ്ഞിട്ടും തൻ്റെ കുടുംബാംഗങ്ങളോടുള്ള സ്നേഹം തീർന്നില്ല. അതിൻ്റെ തെളിവാണല്ലോ പിതാവായ അബ്രഹത്തോടുള്ള അദ്ദേഹത്തിൻ്റെ അഭ്യർത്ഥന. എന്താണ് അഭ്യർത്ഥിച്ചത്? പിതാവായ അബ്രഹമേ, എനിക്ക് 5 സഹോദരന്മാരുണ്ട്. അവരെങ്കിലും ഈ തീനരകത്തിൽ വീഴാതിരിക്കാൻ ലാസറിനെ അവരുടെ പക്കലേക്കൊന്ന് അയക്കാമോ? പ്രിയപ്പെട്ട സഹോദരരെ, ഇത്രമാത്രം കുടുംബസ്നേഹം ഉണ്ടായിരുന്ന ഈ മനുഷ്യൻ മരിച്ച ശേഷം നരകത്തിലേക്കാണ് പോയത്. അതിന് കാരണം എന്താണെന്ന് നമുക്കറിയാം. ഈ ധനവാൻ്റെ വീട്ടുപടിക്കൽ ഒരു ദരിദ്രൻ കിടന്നിരുന്നു, ലാസർ. ആ ലാസറിനോട് കരുണ കാണിച്ചില്ല. നാം ഇത് വായിക്കുമ്പോൾ, ഈ വചനം ധ്യാനിക്കുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മളെല്ലാവരും 2 കുടുംബങ്ങളിൽ അംഗങ്ങളാണ്. ഒന്ന് നമ്മുടെ ലൗകിക കുടുംബം, അപ്പനും അമ്മയും സഹോദരങ്ങളും അടങ്ങുന്ന കുടുംബം. ആ കുടുംബത്തിൽ ജനിക്കുന്നത് കൊണ്ട് നമുക്ക് ആ കുടുംബത്തോട് കടപ്പാടുണ്ട്. പക്ഷേ 1 മാസം ആകുന്നതിന് മുൻപ് മാമോദീസായിലൂടെ നാം 2ാമതൊരു കുടുംബത്തിൽ ജനിക്കുന്നുണ്ട്. അത് സഭയാകുന്ന കുടുംബത്തിലാണ്. ആ സഭയാകുന്ന കുടുംബത്തോടും നമുക്ക് കടപ്പാടുണ്ട്. ഈ 2 കുടുംബങ്ങളോടുമുള്ള കടപ്പാട് നിർവഹിക്കുമ്പോൾ മാത്രമാണ് നാം ദൈവത്തിൻ്റെ മക്കളായിത്തീരുന്നതും ദൈവം നമുക്ക് വാഗ്ദാനം ചെയ്യുന്ന അവകാശം നേടാൻ സാധിക്കുന്നതും. അതുകൊണ്ട് എൻ്റെ ലൗകിക കുടുംബത്തോട് മാത്രം ഞാൻ സ്നേഹം കാട്ടിയാൽ മതിയെന്ന് പറഞ്ഞാൽ സ്വർഗസ്ഥനായ പിതാവ് നിനക്ക് വാഗ്ദാനം ചെയ്യുന്ന നിത്യരക്ഷ കിട്ടാൻ അതുകൊണ്ട് എളുപ്പമാകില്ല. അതുകൊണ്ട് ഓർക്കുക, നിൻ്റെ വീടിന് പുറത്ത് നീ നിൽക്കുന്ന സ്ഥലത്ത് നീ സ്നേഹിക്കേണ്ട ഒരു സഹോദരൻ, ഒരു സഹോദരിയുണ്ട്. ഇത് നമ്മെ പരസ്നേഹത്തിലേക്ക് നയിക്കുന്നു. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിലുള്ളതെല്ലാം അവിടുത്തെ ദാനമാണ്. ഞങ്ങളുടെ ലൗകിക കുടുംബത്തോട് ഞങ്ങൾ കാട്ടുന്ന സ്നേഹം പോലെ തന്നെ ഞങ്ങളുടെ ആത്മീയ കുടുംബമായ സഭയിലെ അംഗങ്ങളോടും സ്നേഹം കാട്ടാൻ ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു എന്ന ബോധ്യം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുന്ന പരിശുദ്ധ അമ്മേ, മാർ യൗസേപ്പ് പിതാവേ, സകല വിശുദ്ധരെ, മാലാഖമാരെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ.